രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി.ജെ.പിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്ന് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ആരോപിക്കുന്നു. ബി.ജെ.പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതേസമയം ബി.ജെ.പിയുടെ ഔദാര്യത്തിലാണ് പിണറായി മുഖ്യമന്ത്രിയായതെന്നും ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതി കേസുകളും ബി.ജെ.പിയുമായി ധാരണയുണ്ടാക്കി മൂടിവെച്ചിരിക്കുകയാണെന്നും തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് CPM വോട്ട് പിടിച്ചതെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.76% മാത്രം വോട്ട് നേടിയ CPM ആണ് രാജ്യത്ത് ബി.ജെ.പിയെ നേരിടുന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നതെന്നും കെ സുധാകരൻ വിമർശിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. 6 മുതൽ 9 വരെ നടക്കുന്ന സമ്മേളനത്തിനായി കൊല്ലം നഗരമാകെ ചുവപ്പണിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നായി 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളും ഉൾപ്പെടെ 530 പേർ സമ്മേളനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2 ഘട്ടം കഴിഞ്ഞ് 3ാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത്. കേരളത്തിന്റെ വികസന പ്രവർത്തനവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് അധ്യാപകൻ ഫഗദിന് ചോർത്തി നൽകിയതിന് അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ കസ്റ്റഡിയിൽ. സംഭവത്തിൽ അറസ്റ്റിലായ പ്യൂൺ അബ്ദുൽ നാസറിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു. കുറ്റം ചെയ്തിട്ടുള്ളവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ഇതിനായി എല്ലാ പിന്തുണയുണ്ടാകുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. റാഗിംഗ് തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷബാസിന്റെ കൊലപാതകം ആസൂത്രിതം. നിർണായക തെളിവുകൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നിന്നും പോലീസിന് ലഭിച്ചു. ഷഹബാസിനെ നേരിൽ കണ്ടാൽ കൊല്ലുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഷഹബാസിന്റെ സുഹൃത്തുക്കളും പ്രതികളായ വിദ്യാർത്ഥികളും മുൻപ് പരസ്പരം ഏറ്റുമുട്ടാൻ വെല്ലുവിളിച്ചിരുന്നു. നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുമെന്നും പ്രതികളിൽ നിന്ന് ഭീഷണിയുണ്ടായി. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. PP ദിവ്യ മാത്രമാണ് കേസിലെ ഏക പ്രതി. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്നും കുറ്റപത്രത്തിലുണ്ട്. ആത്മഹത്യക്ക് കാരണം ദിവ്യയുടെ പ്രസംഗമാണെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ആരാധകർ ആവേശത്തോടെ വിളിച്ചിരുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ഔദ്യോഗികമായി ഒഴിവാക്കി നയൻതാര. ആരാധകർ ഇത്തരത്തിൽ വിളിക്കുന്നതിനെ വിലമതിക്കുന്നുണ്ടെങ്കിലും ഇനി തന്നെ പേര് വിളിച്ചാൽ മതിയെന്നാണ് നടി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നയൻതാര എന്ന പേരാണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആരാണെന്ന് പ്രതിനിധീകരിക്കുന്നത് ആ പേരാണെന്നും നയൻതാര പ്രസ്താവനയിൽ വ്യക്തമാക്കി. തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ടെലിവിഷനിലേക്ക് എത്തില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നിഷേധിച്ചു. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ CBFC നിരസിച്ചു. റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. 10 ദിവസത്തെ ധ്യാനമിരിക്കാൻ പഞ്ചാബിലെത്തി ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAP കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബിലെ ഷോളിയർപൂരിൽ ആനന്ദ്ഘട്ടിലെ ധർമ്മദജ വിപാസന കേന്ദ്രത്തിലാണ് ധ്യാനം. മാർച്ച് 15 വരെ കെജ്രിവാൾ വിപാസന കേന്ദ്രത്തിൽ തുടരും. എന്നാൽ പഞ്ചാബിലെ ജനങ്ങളുടെ നികുതി പണം കെജ്രിവാളിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഇറക്കുമതി ചുങ്കത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ വലിയ ഇറക്കുമതി ചുങ്കമാണ് ചുമത്തുന്നതെന്നും ഏപ്രിൽ 2 മുതൽ ഒരേ തരത്തിലുള്ള നികുതിയാകും ചുമത്തുകയെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുന്നവർക്ക് തിരിച്ചും അതുപോലെ തന്നെയാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പരാമർശം.